മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഒറ്റയ്ക്കും സമൂഹമായിരുന്നും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സ്വകാര്യമായ ദുഃഖങ്ങളും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ പ്രതിസന്ധികൾ കൊണ്ട് കുഴയുന്ന ഒരു കാലഘട്ടമാണ്. മരണഭയം, രോഗഭയം, പരാജയഭയം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ പലരും മാനസികമായ ഡിപ്രഷനിലേക്ക് പോകുന്നൊരു കാലഘട്ടം. ഇതാ ഇപ്രകാരം പ്രതിസന്ധികളിലൂടെ കടന്നു നീങ്ങുന്ന മനുഷ്യന് വേണ്ടി ദൈവവചനത്തിൽ കാണുന്ന അതിമനോഹരമായിരിക്കുന്നൊരു വചനം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, വിജയം വരിക്കുകയും ചെയ്യും. മകളെ, മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദൈവവചനമെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഉയരാൻ സാധിക്കുന്നില്ല, വളരാൻ പറ്റുന്നില്ല, സമ്പാദിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ വഴികളില്ല. ഇതാ ദൈവത്തിൻ്റെ വചനം നിൻ്റെ അധരത്തിലും നിൻ്റെ ജീവിതത്തിലും തെളിഞ്ഞു നിൽക്കട്ടെ. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുക. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അധോഗതി ഉണ്ടാകുകയില്ല. വചനം അധരത്തെ ശുദ്ധീകരിക്കും. വചനം ഹൃദയത്തെ വിശുദ്ധീകരിക്കും. വചനം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അനേകം വിശുദ്ധാത്മാക്കൾ ഉന്നതമായ ബിരുദവും ജോലിയും ശമ്പളവും പദവികളുമെല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. യേശു വലിയവനാണെന്നും സർവസമ്പത്തിൻ്റെയും അധിപനാണെന്നും തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലെ മോഹങ്ങളിൽ, ഈ ലോകത്തിലെ സമ്പന്നതയിൽ മയങ്ങാതെ അവർ ദൈവത്തിന് ഏറ്റവും വലിയ നിധിയായിരിക്കുന്ന യേശുവിൽ അഭയം തേടുന്നത്. നമുക്കും വചനമാകുന്ന യേശുവിന് സമയം കൊടുക്കാം, നമ്മുടെ ആരോഗ്യം കൊടുക്കാം, നമ്മുടെ കഴിവുകൾ കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മകളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹം വചനത്തിലൂടെയാണ് കടന്നു വരുന്നത്. ഓരോ ദിവസവും നിൻ്റെ മുമ്പിലെത്തുന്ന വചനം ഒരു 5 മിനിറ്റ് നേരം അല്ല, ഒരു 10 മിനിറ്റ് നേരം ആ വചനത്തിന് കൊടുക്കുക. വചനം നിന്നിൽ അത്ഭുതാവഹമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കും. വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.